അടുത്ത ടോപ്പിക്കാണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പിലൂടെ ഒരു പ്രോഗ്രാമിനകത്ത് ഏത് തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ എറേഴ്സ് ഒക്കെ ഇല്ലാതെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് വെച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാമിൽ കറക്ഷൻ ഉണ്ടോ, പ്രോപ്പർ ആയിട്ടാണോ ഫങ്ഷൻസ് എല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ കൂടിയിട്ട് ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് വെച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. Okay, so function prototype is a declaration of a function before its actual definitions. Okay, actual definitions മുമ്പ് ഡിക്ലെയർ ചെയ്യുന്ന പാർട്ടാണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇറ്റ് ടെൽസ് ദ കമ്പൈലർ ദ ഫങ്ഷൻ നെയിം, ആ ഫങ്ഷൻ്റെ പേരിനെ കുറിച്ച് അത് പറയും. ഓക്കെ, ദ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഡാറ്റ ടൈപ്പിലാണ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടേണ്ടതെന്നുള്ള കാര്യം ഓൾറെഡി നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദ നമ്പർ ആൻഡ് ദ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്, എത്ര നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് നിങ്ങൾ അതിനകത്ത് പാസ് ചെയ്യുന്നുണ്ട്, അതായത് എത്ര ടൈം ഓഫ് ഇൻഫർമേഷൻസ് നിങ്ങൾ അതിനകത്തോട്ട് പാസ് ചെയ്യുന്നുണ്ടുള്ളൂ എന്ന് നമുക്ക് നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ദ കമ്പൈലർ ചെക്ക് ഫോർ ദ കറക്റ്റ് ഫങ്ഷൻ കോൾസ് ഇൻ ദ പ്രോഗ്രാം. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻ കോൾസ് ഒക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനെല്ലാം നമുക്ക് ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്തിട്ട് ഹെൽപ്പ് ആവും. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ സിൻടാക്സ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് ഏത് റിട്ടേൺ, ഇൻറ്റിലാണോ വോയിഡിലാണോ, എന്താണ് റിട്ടേൺ ടൈപ്പ് എന്നുള്ളത് അത് അവിടെ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ദെൻ ഫങ്ഷൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫങ്ഷൻ നെയിം കൊടുക്കാം. ദെൻ ഡാറ്റ ടൈപ്പ് ഡാറ്റ ടൈപ്പ് 2 എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഡാറ്റ ടൈപ്പുകളാണ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നത് കേട്ടോ. അപ്പോൾ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ, റിട്ടേൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത് ഏതിലായിരിക്കണം അത് റിട്ടേൺ ആയിരിക്കേണ്ടത്, ഏത് ഇതിനകത്തുനിന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. ഇൻറ്റ് ആഡ് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടേൺ ടൈപ്പ്, ദെൻ ആഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ പേര്. അതിനകത്ത് ഡാറ്റ ടൈപ്പ് 1 ഡാറ്റ ടൈപ്പ് 2 എന്നുള്ളതാണ് രണ്ട് തരത്തിലുള്ള ഡാറ്റാസാണ് നമ്മളിവിടെ ഡാറ്റ ടൈപ്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു, സെമികോളൻ കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊരു ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൽ വേറെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മൊത്തം ഈ ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൽ നമ്മൾ ഡിക്ലറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ 2 പാരാമീറ്റേഴ്സ് നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്നത് ആ 2 പാരാമീറ്റേഴ്സ് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, ആ പാരാമീറ്റേഴ്സ് നമ്മളിവിടെ ഡാറ്റ ടൈപ്പ് ഏത് ടൈപ്പാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം കൂടെ നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ഏരിയ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ ഏരിയ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക, #include stdio.h. ഓക്കെ, #include math.h. ദെൻ ഫ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാറ്റ ടൈപ്പാണ്, ഏരിയയാണ്, വീണ്ടും ഒരു ഡാറ്റ ടൈപ്പാണ്, ഒരു സെമികോളനും കൂടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഏത് സിൻടാക്സുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ഫങ്ഷൻ പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫങ്ഷൻ പ്രോട്ടോടൈപ്പിലൂടെ നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ സ്പെസിഫിക് ആയി ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് എഴുതേണ്ട ആവശ്യമുള്ളൂ. സോ ഫ്ലോട്ട് ഏരിയ സെമികോളൻ നമ്മൾ കൊടുത്തു. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് എന്താണ്, ഫ്ലോട്ട് ഉണ്ടാവും. ഫ്ലോട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ് ഈ പ്രോഗ്രാമിൻ്റെ എന്നുള്ളതാണ് നമ്മൾ ആ പ്രോട്ടോടൈപ്പിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കണം. ഇനി അടുത്തത് നോക്കിയേ, ഫ്ലോട്ട് വീണ്ടും ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഏരിയ അതായത് ഫങ്ഷൻ്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഫ്ലോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ സെമികോളൻ ഇല്ല. അപ്പോൾ സെമികോളൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഇത് ഫങ്ഷൻ ഡെഫിനീഷൻ ആയിരിക്കും. ഓക്കെ, ഫങ്ഷൻ ഡെഫിനീഷൻ ആയിരിക്കും. ഫങ്ഷൻ ഡെഫിനീഷൻ ഓപ്പൺ ചെയ്യാം. ഫങ്ഷൻ ഡെഫിനീഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ആ ഫങ്ഷന് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫങ്ഷൻ ഡെഫിനീഷനിൽ കൊടുക്കാൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലോട്ടിനകത്ത് റിസൾട്ട് വിച്ച് ഈസ് ഈക്വൽ ടു m π, അതായത് നമ്മുടെ പൈ ഇല്ലേ, സർക്കിളിൻ്റെ ഏരിയ കണക്കാക്കാൻ നമ്മൾ എന്താ വരിക, പൈ അല്ലേ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുത്തിരിക്കണം, സ്റ്റാർ എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ πr² ബേസിക്കലി. ഓക്കെ, റിട്ടേൺ റിസൾട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും റിസൾട്ടിലോട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമുക്ക് ചെയ്യേണ്ട പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല നമ്മൾ അവിടെ കൊടുത്തു, ക്ലോസ് ചെയ്തു. ഇനി ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മെയിൻ വേണം അല്ലേ. അപ്പോൾ ഇത് ഇൻറ്റിനകത്താണ് നമ്മളിവിടെ മെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത്, ഇൻറ്റ് മെയിൻ. കാരണം ആൻസർ നമുക്കൊരു
നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം മെയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രോഗ്രാം വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻ ഓപ്പൺ ചെയ്തു. ദെൻ നമുക്ക് ആറിൻ്റെ വാല്യൂ എന്നുള്ളത് വേണം അല്ലേ, റേഡിയസ് വേണം അല്ലേ. അപ്പോൾ റേഡിയസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഫ്ലോട്ട് റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു 10.5. അപ്പോൾ ഞാനിവിടെ 10.5 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫ്ലോട്ട് എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞൊരു മെമ്മറി ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു പ്ലേസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫ്ലോട്ട് എ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫ്ലോട്ട് എ വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ റേഡിയസ് എന്ന് പറയുമ്പോൾ ഞാൻ 10.5 എന്ന് പറഞ്ഞു. അപ്പോൾ 10.5 ഇപ്പോൾ ബേസിക്കലി എന്തായി, നമുക്ക് റേഡിയസ് ആയിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ റേഡിയസ് എന്നുള്ളത് ആ ഏരിയ, എന്താണോ ആ ഏരിയ അത്. ദെൻ പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എ എന്താണോ നിങ്ങൾക്ക് ഏരിയ, ആ ഏരിയ നിങ്ങൾ പ്രിൻ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, നേരെ ആ ഏരിയ എന്നുള്ള ആ ഒരു ബ്ലോക്കിലോട്ട് ഇത് പോകും. ഇത് എവിടേക്കാണ് പാസ്സാവുക, ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്തായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ്, എപ്പോഴും മെയിനിൽ നിന്നായിരിക്കും ഇത് തുടങ്ങുക അല്ലേ. അപ്പോൾ ഇൻഡ് മെയിനിൽ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇൻഡ് മെയിൻ ആണ് നമുക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ കിട്ടിയിരിക്കുന്നത് എന്താണ്, ഒരു റേഡിയസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഫ്ലോട്ട് എ വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റേഡിയസ് 10.5. അപ്പോൾ ഈ റേഡിയസിൻ്റെ സ്ഥാനത്ത് എനിക്കിപ്പോൾ ഇവിടെ 10.5 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത്, നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ഫംഗ്ഷൻ്റെ പേരാണെന്ന്. അപ്പോൾ അപ്പോൾ ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഏരിയ എന്നുള്ള നെയിമുള്ള ഫംഗ്ഷൻ എവിടെയാണെന്ന് പറഞ്ഞാൽ തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് വരും. അതിങ്ങനെ 1 by 1 ആയി ചെക്ക് ചെയ്യണം ലൈനിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു നമ്പർ നമ്മൾ നേരെ ഇതിനകത്തോട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10.5 എന്ന് പറഞ്ഞു ഇൻറ്റു 10.5 എന്ന് പറഞ്ഞിട്ടായിരിക്കും പൈ ആർ സ്ക്വയർ എന്നുള്ളതിൻ്റെ പൈ എ സ്ക്വയർ എന്നുള്ളതിൻ്റെ നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഫോർമുല ഇവിടെയാണ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് കിട്ടിയ ശേഷം അത് റിസൾട്ടിൽ വന്നിട്ട് എന്താ റിട്ടേൺ റിസൾട്ട് എന്നാണ് പറയുന്നത്. അത് ഫ്ലോട്ടിലായിട്ട് തന്നെ റിസൾട്ടായിട്ട് തന്നെ അത് അവിടെ സ്റ്റോർ ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. അപ്പോൾ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ആൻസർ ഇപ്പോൾ എന്തായി, ഇപ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ഫംഗ്ഷനിലോട്ട് തന്നെ വന്നു. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്രിന്റ് എ എന്ന് പറഞ്ഞിട്ട്. പ്രിന്റ് എ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എന്തായി, എ എന്ന് പറയുന്നത് എന്താണ്, അപ്ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ. എ എന്ന് പറഞ്ഞ സാധനം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്ലോട്ടിംഗ് വാല്യൂ, അതായത് 346 എന്നാണ് അത് മൊത്തം സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ, അത് അപ്ഡേറ്റ് ആയി. അതാണ് നമ്മൾ പ്രിന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ പ്രോട്ടോടൈപ്പ് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യുക. പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കുക. ഓക്കെ, പ്രോട്ടോടൈപ്പ് പിന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതെല്ലാം വോയിഡ് മെയിനിന് മുന്നേ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷന് മുന്നാണ് ഇത് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം മെയിൻ ക്രിയേറ്റ് ചെയ്യുക. മെയിനകത്ത് വേണ്ട വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ബാക്കി അത് റൺ ചെയ്യുന്ന സമയത്ത് മെയിനിൽ നിന്നാണ് എപ്പോഴും റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ കൺട്രോള് നേരെ പോകുന്നത് ഇങ്ങോട്ട്, ഇവിടെ നിന്നെല്ലാം പ്രോസസ്സ് ചെയ്ത് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ലൈനിലോട്ട് പോകുമ്പോൾ ഇത് പ്രിന്റ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ആൻസർ നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കേട്ടോ. അടുത്തത് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതിനകത്ത് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻഡ് ഫ്ലോട്ട് ക്യാർ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം കേട്ടോ, ഇതൊരു പ്രോട്ടോടൈപ്പിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളത് പോലെയല്ല, ചുമ്മാ ഒരു ഫംഗ്ഷൻ അല്ല നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത് ബേസിക്കലി എന്താണ്, അതിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പുകളായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അതിനകത്തൊരു സെമി കോളനും ഉണ്ടാവും. ഓക്കെ, ദെൻ ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യില്ല. നമ്മൾ നേരെ മെയിൻ ഫംഗ്ഷനിലോട്ട് തന്നെ വന്നു. ഓക്കെ, മെയിൻ ഫംഗ്ഷനിലോട്ട് വന്നു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ദെൻ ഇൻഡ് നം ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. ഫ്ലോട്ടിൽ ഡെസിമൽ 5.5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മളിപ്പോൾ ആ ഡിക്ലറേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം, ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ജസ്റ്റ് അതേ പേര്, അതിനകത്ത് യാതൊരു ഡാറ്റ ടൈപ്പും ഇല്ല, എന്താണോ ആ പേര് അത് അതുപോലെ എഴുതുക. അതിനുശേഷം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ ഇൻഡ് ഫ്ലോട്ട് ക്യാർ എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത വാല്യൂസ് എന്താണ്, ഞമ്മ ഡെസിമൽ ലെറ്റർ അല്ലേ. അത് ഇതേ ഓർഡറിൽ ഇവിടെ ഇൻഡ് കൊടുത്താൽ ഇവിടെ ഞമ്മ കൊടുക്കണം, ഫ്ലോട്ട് കൊടുത്താൽ ഡെസിമൽ കൊടുക്കണം, ക്യാർ കൊടുത്താൽ ലെറ്റർ കൊടുക്കണം. ആ ഓർഡറിൽ തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എറർ വരും. സോ ആ ഓർഡറിൽ തന്നെ ഇത് കൊടുക്കുക. എന്നിട്ട് സെമി കോളൻ ഇടുക. അപ്പോൾ ഈ സെമി കോളൻ ഇട്ട ഉടനെ അർത്ഥം എന്താണ്,
ഇതിൻ്റെ കോള് പോകണം. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെമി കോളൻ കൊടുക്കുന്നത്. അതാണ് ഫംഗ്ഷൻ കോൾ. അത് കൊടുത്ത് റിട്ടേൺ 0. അത് കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യാനില്ല, റിട്ടേൺ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും റിട്ടേൺ ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്തു. ദെൻ ബ്രേസസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മളൊരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ദെൻ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, അവിടെ ഫംഗ്ഷൻ കോൾ കൊടുത്തു. ദെൻ ആഫ്റ്റർ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനീഷനിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ മെയിനിലല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ മെയിനിൻ്റെ താഴെയാണ് ഫംഗ്ഷൻ ഡെഫിനീഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിപ്പെൻസ് ദ പ്രോഗ്രാം ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണത്. സോ ഫംഗ്ഷൻ ഡെഫിനീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് ഡിസ്പ്ലേ. ഓക്കെ, നമുക്ക് എന്താണ് ഇത് പ്രിന്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഫംഗ്ഷൻ്റെ പേര് കിടക്കണേ. അപ്പോൾ വേർഡ് ഡിസ്പ്ലേ അതേപോലെ കൊടുത്തു. ഇൻറ്റ് എക്സ്, ഫ്ലോട്ട് വൈ, ക്യാർ ഇസെഡ് ഇങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റ് എക്സ്, ഫ്ലോട്ട് വൈ, ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ട വേരിയബിൾസ് എല്ലാം ഇതിനകത്ത് തന്നെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സും വൈയും ഇസെറ്റും എന്താണ്, ഇതിനകത്ത് വരുന്ന ഓരോ ഡാറ്റ എന്ത് ചെയ്യും, ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ വേരിയബിൾ ഈ ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഇപ്പോൾ ആ എക്സും വൈക്കും ഇസെഡിനും കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യൂ എന്നാണ് പറയണത്. സോ പ്രിൻ്റ്-എഫിനകത്ത് ഇൻറ്റിജർ എന്ന് കോമ എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് മോഡ് ഡി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അവിടെ സ്പെസിഫയർ ശ്രദ്ധിക്കണം, മോഡ് ഡി ആണ്. ഫ്ലോട്ട് വന്നപ്പോൾ മോഡ് എഫ് എന്ന് പറയും. ഓക്കെ, അവിടെ സ്പെസിഫയർ എഫ് എന്നായിരിക്കും, കാരണം അത് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ആയതുകൊണ്ട്. ക്യാരക്ടറിനകത്ത് നമ്മൾ മോഡ് സി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ ഈ ഒരു കാര്യം. ഓക്കെ, ഇത് മാത്രം തെറ്റിക്കരുത് കേട്ടോ എഴുതുന്ന സമയത്ത്. ദെൻ കോമ ഇസെഡ് എന്ന് പറയാം. അപ്പോൾ എക്സിനും വൈക്കും ഇസെഡിനും എന്താണോ വാല്യൂസ് കിട്ടുന്നത് അത് നിങ്ങൾ പ്രിന്റ് ചെയ്യൂ എന്നുള്ളതാണ് ഫംഗ്ഷൻ ഡെഫിനീഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്നത്തെയും പോലെ വോയിഡ് മെയിനിൽ നിന്നായിരിക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ദെൻ വോയിഡ് മെയിനിൽ നിന്ന് ആദ്യത്തെ സെക്ഷൻ നമുക്ക് ഇങ്ങനെ 3 ഡിക്ലറേഷനാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളത് എടുത്തു വെച്ചു. ഓക്കെ, 10, 5.5a ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇത് നേരെ ഇതിൻ്റെ അടുത്ത ഫംഗ്ഷൻ കോളാണ് പിന്നെ അടുത്ത ലൈനിലേക്ക് വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ നം കോമ ഡെസിമൽ കോമ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ഇത് കിട്ടിയ ഉടനെ തന്നെ ഇവരെന്ത് ചെയ്യും, ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എവിടെയാണെന്ന് പറഞ്ഞിട്ട് പോയി നോക്കും. അപ്പോൾ ഡിസ്പ്ലേക്കകത്തുള്ള ഫംഗ്ഷനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന് പാരലലി ആയിട്ടുള്ള ഇവിടേക്ക് നമ്മൾ നേരെ എന്ത് ചെയ്തു, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ ഈ 10ഉം 5.5ഉം എയും എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ എത്തുന്ന സമയത്ത് 10ഉം 5.5ഉം എയുമായി മാറും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഇത് പ്രിന്റ് ചെയ്തെടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് പ്രിന്റ് ചെയ്യും. ഇതാണ് ഇവിടെ ബേസിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് തിയറിക്ക് ചോദിക്കുമ്പോൾ എന്താണ് പ്രോട്ടോടൈപ്പ് എന്ന് എഴുതാം. എന്നിട്ട് ഈ പഠിച്ചിരിക്കുന്ന 2 പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമും കൂടെ എഴുതണം കേട്ടോ.